നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പൂയ നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ്. ഭാരതീയ ജ്യോതിഷ പാരമ്പര്യത്തിൽ നക്ഷത്രങ്ങളുടെ രാജാവെന്ന് വിശേഷിക്കപ്പെടുന്ന അതിവിശിഷ്ടമായ നക്ഷത്രമാണ് പൂയം. ആകാശമണ്ഡലത്തിലെ 27 നക്ഷത്രങ്ങളിൽ 8ാമത്തേതായി നിലകൊള്ളുന്ന പൂയം കർക്കിടക രാശിയിൽ പൂർണ്ണമായും വ്യാപിച്ചിരിക്കുന്നു. ഐശ്വര്യം, ആത്മീയത, പോഷണം, സമാധാനം എന്നിവയുടെ സമന്വയമായ ഈ നക്ഷത്രം വ്യക്തിത്വ വികാസത്തിലും വ്യക്തി ജീവിതത്തിലും നിർണായകമായ സ്വാധീനമാണ് ചെലുത്തുന്നത്. നക്ഷത്രാധിപനായ ശനിയും അതിദേവതയായ ബൃഹസ്പതിയും രാശിയാധിപനായ ചന്ദ്രനും ചേർന്ന് ഒരുക്കുന്ന സങ്കീർണമായ ഊർജ്ജ തന്ത്രമാണ് പൂയ നക്ഷത്രക്കാരുടെ ജീവിതത്തെ നയിക്കുന്നത്. ജ്യോതിഷത്തിലെ ഗണം അനുസരിച്ച് കർക്കിടകൻ രാശിയുടെ 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വരെയുള്ള ഭാഗത്താണ് പൂയ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർ പ്രകൃത്യാ തന്നെ കരുണയുള്ളവരും ദയാലുക്കളുമായിരിക്കും. ഇവരുടെ വ്യക്തിത്വത്തിൽ ആത്മീയമായ ഒരു ഗൗരവവും അതേസമയം കുലീനമായ പെരുമാറ്റവും പ്രകടമാണ്. അഹംഭാവം ലവലേശമില്ലാത്ത ഇവർ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കണ്ടെത്താനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. പൂയ നക്ഷത്രക്കാരുടെ മനസ്സ് അതിലോലവും അതേസമയം ദൃഢവുമാണ്. ചന്ദ്രന് രാശിയിൽ ശനി നക്ഷത്രാധിപനായി വരുന്നത് കൊണ്ട് വികാരങ്ങളും അച്ചടക്കവും തമ്മിലുള്ള ഒരു പോരാട്ടം ഇവരുടെ ഉള്ളിൽ എപ്പോഴും നടക്കാനാകും. ഇവർ പൊതുവെ സത്യസന്ധരും കഠിനാധ്വാനികളുമാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ സദാ സന്നദ്ധരായ ഇവർ പരോപകാരികളായി അറിയപ്പെടുന്നു. എങ്കിലും ഇവരുടെ സ്വഭാവത്തിൽ ചില സങ്കീർണതകളുമുണ്ട്. പുകഴ്ത്തലുകൾ കേൾക്കുമ്പോൾ ഇവർ വളരെയധികം ആഹ്ലാദിക്കുന്നു. എന്നാൽ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ ഇവർക്ക് വലിയ പ്രയാസവുമാണ്. ഈ സവിശേഷത കാരണം ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണമെങ്കിൽ സ്നേഹപൂർണമായ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. കുറ്റപ്പെടുത്തലുകൾ ഇവരുടെ ആത്മവിശ്വാസത്തെ പെട്ടെന്ന് തകർക്കാൻ സാധ്യതയുണ്ട്. പൂയ നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളവരാണ്. ഇത് പലപ്പോഴും കുടുംബജീവിതത്തിലും സുഹൃത്ത് ബന്ധങ്ങളിലും തെറ്റിദ്ധാരണകൾക്ക് വഴിയായി മാറുന്നു. അനാവശ്യമായ ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ഇവരെ അസ്വസ്ഥതപ്പെടുത്താറുണ്ട്. സാധാരണ പൂയ നക്ഷത്രക്കാർക്ക് സുശക്തമായ ശരീരഘടനയാണ് ഉണ്ടാവുക. ഇവരുടെ മുഖം ഉരുണ്ടതും പ്രകാശപൂരിതവുമായിരിക്കും. ശാന്തവും പ്രസന്നവുമായ ഭാവം ഇവരുടെ മുഖത്ത് എപ്പോഴും കാണും. ആധുനിക കാലഘട്ടത്തിലെ സൗന്ദര്യ സങ്കല്പങ്ങളെക്കാൾ ഉപരിയായി ഒരുതരം കുലീനതയും ആഭിജാത്യവുമാണ് ഇവരുടെ രൂപത്തിൽ നിഴലിക്കുന്നത്. ലിമിറ്റഡായ സൗഹൃദ വലയം ഇഷ്ടപ്പെടുന്നവരാണിവർ. എങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന സുഹൃത്തുക്കളുമായി ഇവർ നിലകൊള്ളുന്നു. തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോകാൻ ഇവർക്ക് സാധ്യതയുള്ളതിനാൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. പൂയ നക്ഷത്രക്കാർ ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നവരാണ്. ഔദ്യോഗികമായ ഉന്നത വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും വലിയ പൊതുവിജ്ഞാനം ഇവർക്കുണ്ടാകും. അറിവ് നേടുന്നതിനോടുള്ള ഇവരുടെ താല്പര്യം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നു. പൂയ നക്ഷത്രത്തിന്റെ സ്വഭാവമായ പോഷണവും അച്ചടക്കവും ഒത്തുചേരുന്ന തൊഴിലുകൾ ഇവർക്ക് അനുയോജ്യമാണ്. അധ്യാപനം, ഗവേഷണം, ദേവഗുരുവായ വ്യാഴത്തിന്റെ സ്വാധീനം ഇവരെ മികച്ച അധ്യാപകരാക്കി മാറ്റുന്നു. കൃഷി, ക്ഷീരമേഖല, പശുവിന്റെ അകിട് പ്രതീകമായതിനാൽ ഡയറി ഫാം, കൃഷി എന്നിവയിൽ ഇവർ ശോഭിക്കുകയും ചെയ്യും. ആരോഗ്യമേഖല, ശുശ്രൂഷ മനസ്സുള്ളതിനാൽ നഴ്സിംഗ്, കെയർ ടേക്കിംഗ് ഈ ജോലികൾ ഇവർക്ക് ചേരുന്നതാണ്. പൊതുഭരണം, രാഷ്ട്രീയം, ശനിയുടെ സ്വാധീനം ഇവരെ മികച്ച ഭരണാധികാരിയും രാഷ്ട്രീയക്കാരുമാക്കി മാറ്റും. കലാ ബിസിനസ്സിൽ നാടകം, കലകൾ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നിവയിൽ ഇവർ പൂർണ്ണ വിജയം നേടുന്നവരായിരിക്കും. ജോലിസ്ഥലത്ത് ഇവർ കഠിനാധ്വാനികളും കൃത്യനിഷ്ഠയുള്ളവരുമാണ്. ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ എത്ര പ്രയാസമേറിയതായാലും അവ പൂർത്തിയാക്കാൻ ഇവർ ശ്രമിക്കും. കഠിനാധ്വാനത്തിലൂടെ അനുഭവത്തിലൂടെയും ഇവർ കരിയറിൽ ഉന്നത വിജയം കൈവരിക്കുന്നവരാണ്. ഔദ്യോഗിക രംഗത്ത് അവാർഡുകളും അംഗീകാരങ്ങളും ഇവരെ തേടിയെത്താനും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തോട് അത്യധികമായ സ്നേഹവും പ്രതിബദ്ധതയും പുലർത്തുന്നവരാണ് പൂയ നക്ഷത്രക്കാർ. മാതാവിനോടും മാതൃതുല്യരായ സ്ത്രീകളോടും ഇവർക്ക് പ്രത്യേക ബഹുമാനമുണ്ടാകും. സ്വന്തം വീടിനോടും നാടിനോടും ഇവർക്ക് വലിയ ഗൃഹാതുരത്വം അനുഭവപ്പെടാറുണ്ട്. പൂയ നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. പങ്കാളിയോട് അമിതമായ സ്നേഹവും വിധേയത്വവും ഇവർ കാണിക്കും. പങ്കാളിയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണെങ്കിലും പുരുഷ ജാതകർ പലപ്പോഴും ജോലി സംബന്ധമായ കാരണങ്ങളാൽ കുടുംബത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരാറുണ്ട്. ഇത് കുടുംബബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കില്ലെങ്കിലും ഒരുതരം വിരഹം സൃഷ്ടിക്കാം. സ്ത്രീ ജാതകരെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. പങ്കാളിയെ സംശയിക്കുന്ന സ്വഭാവം ഇവർ നിയന്ത്രിക്കേണ്ടതുണ്ട്. അമിതമായ വൈകാരികതയും സംശയവും ഒഴിവാക്കിയാൽ സുന്ദരമായ ദാമ്പത്യം ഇവർക്ക് സാധ്യമാണ്. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഇവർക്ക് പ്രത്യേക താല്പര്യവും കഴിവും ഉണ്ടായിരിക്കും. പൂയ നക്ഷത്രക്കാർ പണം കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കരാണ്. ഇവർ അനാവശ്യമായ പണം ചെലവാക്കാറില്ല.
ഭാവിയിലേക്കുള്ള കരുതൽ എന്ന നിലയിൽ നിക്ഷേപങ്ങൾ നടത്താൻ ഇവർക്ക് താല്പര്യവും ഉണ്ടാകും. പ്രത്യേകിച്ചും ഭൂമി, കെട്ടിടങ്ങൾ എന്നിവയിലുള്ള നിക്ഷേപം ഇവർക്ക് വലിയ ലാഭവും നൽകും. ചെറുപ്പത്തിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും മധ്യവയസ്സോടെ ഇവർ സുസ്ഥിരമായ സാമ്പത്തിക നില കൈവരിക്കും. പൂയം നക്ഷത്രക്കാരുടെ ആരോഗ്യസ്ഥിതി ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. ജ്യോതിഷപ്രകാരം ശ്വാസകോശം, വയറ്, വാരിയെല്ലുകൾ എന്നിവയാണ് ഇവരുടെ നക്ഷത്രത്തിന്റെ ഭരണപരിധിയിൽ വരുന്നത്. അതിനാൽ ഈ അവയവങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണം. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസമുട്ടൽ, ക്ഷയം തുടങ്ങിയവയ്ക്കുള്ള സാധ്യത പറയുന്നുണ്ട്. ദഹന പ്രശ്നങ്ങൾ, മഞ്ഞപ്പിത്തം, അൾസർ എന്നിവയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. മുഖക്കുരു, എക്സിമ തുടങ്ങിയവ സ്ത്രീകളിൽ അസ്വസ്ഥത ഉണ്ടാക്കാനും ഇടയുണ്ട്. ബാല്യകാലം മുതൽ ഏകദേശം 15 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഇവരുടെ ആരോഗ്യം അല്പം മോശമായിരിക്കാൻ സാധ്യതയുണ്ട്. ഈ കാലയളവിൽ മുറിവുകൾ, ചതവുകൾ, വിട്ടുമാറാത്ത അസുഖങ്ങൾ എന്നിവ കരുതിയിരിക്കേണ്ടതാണ്. എന്നാൽ 20 വയസ്സിന് ശേഷം ആരോഗ്യം മെച്ചപ്പെടുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. 40 വയസ്സിന് ശേഷം പതിവായ ചെക്കപ്പുകൾ നടത്തുന്നത് ഉചിതവുമായിരിക്കും. പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിരവധി പോസിറ്റീവ് വശങ്ങളും അതേസമയം മറികടക്കേണ്ട വെല്ലുവിളികളുമുണ്ട്. ഏത് വിഷമാവസ്ഥയിലും ഈശ്വരന്റെ അദൃശ്യമായ ഒരു സഹായം ഇവർക്ക് അനുഭവപ്പെടാറുണ്ട്. പ്രകൃതത്താൽ ഇവർ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരാകുകയും സമൂഹത്തിൽ മാന്യമായ സ്ഥാനം നേടുകയും ചെയ്യും. കുട്ടികളുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സഫലമാവുകയും അവർക്ക് നല്ല മക്കളുണ്ടാവുകയും ചെയ്യും. കുറുക്കുവഴികളിലൂടെ അല്ലാതെ അധ്വാനത്തിലൂടെ നേടുന്ന വിജയം ഇവർക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും. വെല്ലുവിളികൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സ് അസ്വസ്ഥമാകുന്ന ഇവരുടെ വലിയൊരു വെല്ലുവിളിയാണ്. വൈകാരികമായ ബലഹീനത കാരണം നിർണായക ഘട്ടങ്ങളിൽ കടുപ്പമേറിയ തീരുമാനങ്ങൾ എടുക്കാൻ ഇവർ വൈകിയേക്കാം. രഹസ്യ സ്വഭാവം, മനസ്സിലുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാത്തത് മൂലം ഇവർക്ക് ഉള്ളിൽ വലിയ സങ്കടം അനുഭവിക്കേണ്ടി വരാറുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത ഇവരെ പലപ്പോഴും പിന്നോട്ട് വലിക്കുന്നതാണ്. ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഐശ്വര്യം വർദ്ധിക്കുന്നതിനുമായി പൂയം നക്ഷത്രക്കാർക്ക് ചില പരിഹാരങ്ങളുണ്ട്. അനുകൂലമായ രത്നം ഇന്ദ്രനീലമാണ്. ഇത് ശനിയുടെ പ്രീതിക്കായി ധരിക്കാൻ, എന്നാൽ വജ്രം ധരിക്കുന്നവർക്ക് ഗുണകരമാവുകയുമില്ല എന്ന് പറയുന്നുമുണ്ട്. അനുകൂലമായ നിറങ്ങൾ കറുപ്പ്, കടുനീല, വെളുപ്പ് എന്നിവയാണ്. ഭാഗ്യസംഖ്യകൾ 2, 3, 9, 1, 5, 7. ഭാഗ്യ ദിവസങ്ങൾ ശനിയാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. രത്നം ധരിക്കുമ്പോൾ ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടാവുന്നതാണ്. പൂയം നക്ഷത്രക്കാർ ഹനുമാൻ സ്വാമി, ശനീശ്വരൻ, അയ്യപ്പൻ എന്നിവരെ ഭജിക്കുന്നത് ഉത്തമമാണ്. ദേവഗുരുവായ ബൃഹസ്പതിയെ ആരാധിക്കുന്നതും ഗുണകരമാകും. മകരമാസത്തിലെ പൂയം നക്ഷത്ര ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നത് അതീവ ഗുണകരമാണ്. സൂര്യൻ, ചൊവ്വ, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാരങ്ങൾ പൂയം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായിരിക്കില്ല. ഈ കാലയളവിൽ ശാന്തി ഹോമങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. ശനിദോഷം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ എള്ളുവിളക്ക് കത്തിക്കുന്നതും ഉത്തമമാണ്. 2026 കർക്കിടക രാശിക്കാരായ പൂയം നക്ഷത്രക്കാർക്ക് കരിയറിൽ ചില ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെട്ടേക്കാം. ശനിയുടെ ഗോചരങ്ങൾക്കനുസരിച്ച് ജോലിയിൽ മാറ്റങ്ങളോ സ്ഥാനക്കയറ്റമോ ഉണ്ടാകാം. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട വർഷമാണിത്. ആത്മീയമായ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മാനസിക സമാധാനം നൽകുന്നതുമാണ്.